Hi guys, 10,000 രൂപയ്ക്ക് താഴെ വരുന്ന രണ്ട് കിടിലൻ 5G സ്മാർട്ട് ഫോണുകളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. പിന്നെ അതുപോലത്തെ ഒരുപാടധികം യൂസ്ഫുൾ വീഡിയോസ് ഈ ചാനലിലൂടെ വരുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, വീഡിയോക്ക് ലൈക്ക് കൊടുത്തേക്കാം. പിന്നെ സ്മാർട്ട് ഫോൺ ഒക്കെ വാങ്ങാൻ നിൽക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അപ്പൊ നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ ഫോൺ മോട്ടോറോള G45 5G എന്ന ഫോണാണ്. അപ്പൊ ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സുകളെ കുറിച്ച് നോക്കാം. അപ്പൊ ഈ ഒരു ഫോൺ 3 കളർ വേരിയന്റിലാണ് വരുന്നത്. ഒരു സ്റ്റോറേജ് വേരിയന്റ് വരുന്നത് 128 GB, 2 റാം വേരിയന്റ് വരുന്നുണ്ട് 4 GB റാമും 8 GB റാമും. ഇനി ഇതിന്റെ പ്രൊസസറിന്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 6S Gen 3 ഒക്ടാകോർ 2.3 GHz വരുന്നുണ്ട്. ഡ്യുവൽ ക്യാമറയാണ് വരുന്നത്. 50 മെഗാ പിക്സൽ ബാക്ക് ക്യാമറ വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറയും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. 6.5 ഇഞ്ച് HD ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റും ഈ ഒരു ഫോണിൽ ലഭിക്കുന്നുണ്ട്. കൊറിയല ക്ലാസ് 3 പ്രൊട്ടക്ഷനും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 20 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. മോട്ടോറോള ആയതുകൊണ്ട് തന്നെ ഫോൺ വാങ്ങുന്ന സമയത്ത് ചാർജറും തരും. ഇനി ഇതിന്റെ മറ്റ് ഫീച്ചേഴ്സുകളിലേക്ക് നോക്കുന്ന സമയത്ത് 5G ഫോണാണ്. ഡുവൽ സിം സപ്പോർട്ട് ഉണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് ആണ് വരുന്നത്. ഡുവൽ ഡോൾബി സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഈ ഒരു ഫോണിൽ വരുന്നത്. ഫോൺ വാങ്ങുന്ന സമയത്ത് Android 13 ആണ് ലഭിക്കുക. അപ്പൊ ഈ ഒരു ഫോണിന്റെ പ്രൈസ് വേരിയന്റിലേക്ക് നോക്കുന്ന സമയത്ത് 4 GB റാമിനും 128 GB ഇന്റേണലിനും വരുന്നത് 9999 രൂപയാണ്. അടുത്തത് 8 GB റാമിനും 128 GB ഇന്റേണലിനും വരുന്നത് 11,999 രൂപയാണ്. അപ്പൊ നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായിട്ട് വരുന്ന ഫോൺ പോക്കോ M6 5G എന്ന ഫോണാണ്. അപ്പൊ ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സുകളെ കുറിച്ച് നോക്കാം. അപ്പൊ ഈ ഒരു ഫോൺ 3 കളർ വേരിയന്റിലാണ് വരുന്നത്. 3 സ്റ്റോറേജ് വേരിയന്റ് വരുന്നുണ്ട്. 64 GB, 128 GB, 256 GB. 3 റാം വേരിയന്റ് വരുന്നുണ്ട്. 4 GB റാം, 6 GB റാം, 8 GB റാം. അതിന് ഇതിന്റെ പ്രൊസസറിന്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 6100+ ഒക്ടാകോർ 2.2 GHz ആണ് വരുന്നത്. 50 മെഗാ പിക്സൽ ബാക്ക് ക്യാമറ വരുന്നുണ്ട്. 5 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറയാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. 6.7 ഇഞ്ച് HD+ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ വരുന്നത്. 90 Hz റിഫ്രഷ് റേറ്റ് ഈ ഒരു ഫോണിൽ ലഭിക്കുന്നുണ്ട്. കൊറിയല ക്ലാസ് 3 പ്രൊട്ടക്ഷനും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. പക്ഷേ ഫോൺ വാങ്ങുന്ന സമയത്ത് 10 വാട്ടിന്റെ ചാർജറേ തരത്തുള്ളൂ. അപ്പൊ ഈ ഒരു ഫോണിന്റെ മറ്റ് ഫീച്ചേഴ്സുകളിലേക്ക് നോക്കുന്ന സമയത്ത് 5G ഫോണാണ്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് ആണ് വരുന്നത്. ഫോൺ വാങ്ങുന്ന സമയത്ത് Android 13 ആയിരിക്കും ലഭിക്കുക. അപ്പൊ ഈ ഒരു ഫോണിന്റെ പ്രൈസിലേക്ക് നോക്കുന്ന സമയത്ത് 4 GB റാമിനും 64 GB ഇന്റേണലിനും വരുന്നത് 7,999 രൂപയാണ്. 6 GB റാമിനും 128 GB ഇന്റേണലിനും വരുന്നത് 9,499 രൂപയാണ്. അപ്പൊ ഈ രണ്ട് ഫോണിൽ ഏത് ഫോണാണ് നിങ്ങൾക്ക് ബെസ്റ്റ് തോന്നുന്നത് വെച്ചാൽ അതിന്റെ പേര് താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല, ലൈക്ക് ചെയ്യുക. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നതിലേക്കും ബൈ.